ഗോരഖ്പൂർ രൂപത ഞാൻ സന്ദർശിച്ചത് ഓർമ്മിക്കുക. റീജൻസി കാലത്ത് ഞങ്ങളുടെ മിഷൻ പ്രദേശമായ ഗോരഖ്പൂരും അതുപോലെ തന്നെ ജലന്ധറും ഒക്കെ പോകാനായിട്ട് എനിക്ക് അവസരം കിട്ടി. ഗോരഖ്പൂർ രൂപതയിലെ ഏതാനും പള്ളികളിലും എനിക്ക് പോകാനായിട്ട് അവസരം കിട്ടിയായിരുന്നു. അന്ന് രൂപതയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ജലന്ധർ ബനാറസ് രൂപതയുടെ തന്നെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ മിഷൻ പ്രദേശമായിട്ട് ഏതാനും സ്ഥലങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് നൗത്താൻവ എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന ഒരു സ്ഥലമാണ്. നേപ്പാളിൻ്റെയൊക്കെ അടുത്താണ്. അപ്പോൾ ഞാൻ അവിടെ പോയത് ഓർമ്മിക്കുക. നൗത്താൻവായിൽ ഞാൻ പോയി അവിടെ താമസിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ നേപ്പാൾ കാണാനായിട്ട് പോയി. അവിടെ വളരെ രസകരമായൊരു സ്ഥലമാണ്. ഈ നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി തിരിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചിരുന്ന വലിയ പർവ്വതത്തിൻ്റെ രണ്ട് ഭാഗമായിരിക്കുമെന്നാണ്. അവിടെ അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നേപ്പാളിലേക്കുള്ള ഒരു ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ചെക്ക് പോസ്റ്റിൽ ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് നമുക്ക് ബസ്സിന് കുറേ അടി അങ്ങ് പോകാൻ പറ്റും നേപ്പാൾ. അതിന് പ്രത്യേക പാസ്പോർട്ടൊന്നും വേണ്ടായിരുന്നു അന്ന്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പൈസ ഇടയെടുത്ത് നോട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അവിടുത്തെ വണ്ടിയിൽ പോകാനായിട്ട് സാധിക്കും. ആ വണ്ടിയിൽ പോകുന്നത് തന്നെ മണിയടിക്കുക, ബെല്ലടിച്ചാണ് പോകണേ. അതാണ് രസമായിട്ട് എനിക്ക് തോന്നിയത്. ബെല്ലടിച്ച് പോയി തൊട്ടടുത്തുള്ള ടൗൺ വരെ പോയി സാധനങ്ങൾ ഒക്കെ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോരുകയും ചെയ്യാം. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ആദ്യം നേപ്പാൾ കണ്ടത് ഓർമ്മിക്കുകയാണ്. ഞങ്ങൾ കർത്താവേ മിഷൻ പ്രദേശത്തുകൂടെ യാത്ര ചെയ്തതും ആ കാലഘട്ടത്തിൽ വല്യച്ഛൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ വലിയ ആസ്പിറേഷനായിട്ട് നൽകിയ ഗോരഖ്പൂർ മിഷനെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.